വർഷം പഴക്കമുള്ള മാവ്. കൈ കൊണ്ട് പിടിക്കാം. ഹായ് സാർ. ഹായ്. സാറിന്റെ പേരെന്താ? ബെന്നി. എന്താ വർക്ക് ചെയ്യുന്നത്? SI ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഹൈവേയിലല്ലേ. ഈ മാങ്ങ ഇപ്പോൾ എത്ര വർഷമായി? മാവ് 4 വർഷമായിട്ടുണ്ടാവും. 4 വർഷം അല്ലേ? ഇത് എവിടുന്ന് കൊണ്ടുവന്നതാണ്? ഇത് വയനാട്ടിൽ തന്നെ വാങ്ങിയാണ്, വണ്ടി വാങ്ങി വെച്ചതാണ്. ആണല്ലേ? അമ്പലവയൽ ഫാം ഉണ്ടല്ലോ, അതെ, അവിടെ തന്നെ വാങ്ങി വെച്ചാലേ. സാറ് ഒരു ഇടവേളകളിൽ ഒരു കർഷകനും പാടെയാണല്ലേ? കർഷകനാണ്, കർഷക കുടുംബത്തിൽ വളർന്നതാണ്. ആണല്ലേ? സ്വന്തം നാട് എവിടെയാ? സ്വന്തം കൊട്ടിയൂർ, കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല അല്ലേ? അവിടെ ഉണ്ട്, കുറേ മാവുണ്ട്. ഉണ്ടല്ലേ? വീട്ടിലുണ്ടല്ലേ? അപ്പം ഇവിടെ വരുന്നവർക്ക് ഒരു വീടിനൊരു ഷോയും പിന്നെ വരുന്നവർക്ക് പറിച്ചു കൊണ്ടുപോകാൻ പറിച്ചു കൊണ്ടുപോകും ചെയ്യാം. ആവശ്യക്കാർക്ക് പറിച്ചു കൊണ്ടുപോകും ചെയ്യാം. ഇവിടെ ഒന്നും പറയില്ല, ഒന്നും പറയില്ല. മാങ്ങല്ലേ കഴിക്കാൻ പറ്റുന്ന സാധനമല്ലേ. അതെ അതെ അതെ. മക്കളൊക്കെ വന്നിട്ട് റോഡിൽ നിന്ന് ചിലപ്പം ഗേറ്റ് തുറന്ന് പറിക്കും, കൊണ്ടുപോകും. സന്തോഷം നമുക്ക് ഉണ്ടാകുക, കാണുക എന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിച്ച് അവരെ സന്തോഷം കാണുക, ചിരി കാണുക. അപ്പം നമുക്ക് മനസ്സിന് സന്തോഷം. ഇത് വിൽക്കുകയൊന്നുമില്ല, മാവ് കുറേയുണ്ട്, വിൽക്കലില്ല, വിൽപ്പനയില്ല. ആവശ്യക്കാർ വരിക, മൂക്കും പറിക്കുക, കഴിക്കുക. നിങ്ങൾക്കും കഴിക്കാം. ശരി സാർ, കണ്ടതിൽ സന്തോഷം. ഓക്കെ, താങ്ക് യു. പഴുത്ത മാങ്ങ. ഇതിന്റെ പേരെന്താണ്? നമ്പ്യാർ മാങ്ങ. നമ്പ്യാർ മാങ്ങ അല്ലേ? നമ്പ്യാർ മാങ്ങ കണ്ടില്ലേ? നല്ല സൈസ് മാങ്ങ. നല്ല സൈസ് മാങ്ങ അല്ലേ? തോട്ടമുണ്ട്, നമുക്ക് തോട്ടമുണ്ട്. തോട്ടമുണ്ട് അല്ലേ? അവിടെ വിൽപ്പന ഉണ്ടോ? അവിടെ തോട്ടം ഒന്നിച്ച് കൊടുക്കും. കൊടുക്കൂലേ? ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ സ്ഥലമുണ്ട്, 8-10 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം ഉണ്ടല്ലേ? തോട്ടം വരും, ഒന്നിച്ച് പാട്ടം കൊടുക്കും. ഒന്നിച്ച് പാട്ടം കൊടുക്കൂല്ലേ? ഇഷ്ടമുള്ള മാങ്ങ എടുക്കാം, കഴിക്കാം. എന്നോട് സാറ് പറഞ്ഞു ഇഷ്ടമുള്ള മാങ്ങ എടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വേറെ ഉണ്ട്, 3 മാങ്ങ ഉണ്ട്, വേറെ കൊണ്ടുവരുന്നത്. ഇത് വേറൊരു വെറൈറ്റി മാങ്ങയാണ്. കൊട്ടിയൊരു മരുന്നും അടിക്കാതെ നാച്ചുറൽ അവിടെ തന്നെ ഉണ്ടായ മാങ്ങ. ഇതിപ്പോ മരുന്ന് അടിക്കാണ്ട് ഇത് മരുന്നും ചേർക്കാതെ ഇപ്പോൾ ഇതിന് പെട്ടെന്ന് പഴുക്കാനുള്ള കെമിക്കലൊന്നുമില്ല, ഒന്നുമില്ല. മാവേന്ന് പറിച്ച് നേരിട്ട് കൊണ്ടുവരുന്ന നേരിട്ട് കഴിക്കാം. മക്കൾക്ക്, ചെറിയ മക്കൾക്ക് കഴിക്കാം. ഇനിയിപ്പോ ഗർഭിണികളാണെങ്കിൽ ഗർഭിണികൾക്കും കഴിക്കാം. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കൊട്ടിയൂർ ഭാഗം വയറ്റിലുള്ള ആളുകൾക്കും എല്ലാം കഴിക്കാം. കൊട്ടിയൂർ പേരാവൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന മാങ്ങയാണ് ഈ മൂവാണ്ട മാങ്ങ, നമ്പ്യാർ മാങ്ങ. ഇതാണ് ഏറ്റവും ക്വാളിറ്റി മാങ്ങ. ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഒന്നപ്പോ ഒരു കാക്കിക്കുള്ളിലെ ഒരു കർഷകനാണ്. എന്നപ്പോ സാറിന് ഇടവേളകളിലും ഇതേമാതിരത്തെ ചെറിയ ചെറിയ ഹോബീസ് ഉണ്ട്. കൊടുക്കും. ഇവിടെ വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സും കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയാണ്. വീട്ടിൽ കഴിക്കും, പിന്നെ ഫ്രണ്ട്സിനും കൊടുക്കും. അങ്ങനെ ആഴ്ച ഒരു ദിവസം പോകുമ്പോൾ കൊണ്ടുവരും. ആഴ്ചയിൽ ഒരു ദിവസം നാട്ടിലേക്ക് പോകും. ഈ സീസൺ മാങ്ങയുടെ സീസണാണല്ലോ. അതെ അതെ. ഓക്കെ. എന്നപ്പോൾ എല്ലാവിധ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനിയും കൃഷി മുന്നോട്ട് പോകാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഇതിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന മാങ്ങയാണ്. ഇതിന്റെ പേരെന്താണ്? അത് മൂവാണ്ടൻ. ഇത് മൂവാണ്ടൻ തന്നെ. മൂവാണ്ടൻ.